Hi everyone, welcome back to Fluent Happy Learning. This is me, Jeans, an English empowerment course, and today we are on 27th day. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ള വീഡിയോ നമ്മൾ കണ്ടിരുന്നത് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് WH ക്വസ്റ്റ്യൻസ് ആണ്. ഈ WH ക്വസ്റ്റ്യൻസ് നമ്മൾ 3 വീഡിയോസ് ആയിട്ടായിരിക്കും കാണുന്നത്. If you have not watched my previous videos regarding yes or no questions, please do watch it and subscribe my channel to get the latest videos regarding English grammar and the spoken English. WH questions എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്? വെൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൻ്റെ അർത്ഥം എപ്പോൾ അല്ലെങ്കിൽ എന്ന് എന്ന അർത്ഥത്തിലാണ്. വേർ, എവിഡേ അല്ലേ? എവിഡേ എന്ന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതാണ് വേർ എന്നാണ്. ദെൻ വാട്ട്, എന്ത്, വൈ എന്തുകൊണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ അർത്ഥം അറിയായിരിക്കും. എങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മീനിങ്സ് കണ്ടുപോകുകയാണ്. വിച്ച് ഏത്, ഹു ആര്, ദെൻ ഹും ആരെ, ഹുസ് ആരുടെ, ആൻഡ് ഹൗ എങ്ങനെ. 3 കളറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ക്ലാസ് ഒക്കെ ആകുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഏതൊക്കെയാണ് കളേഴ്സ് കൊടുത്തിരിക്കുന്നത്? വിച്ച് ആൻഡ് ഹൂസ് എന്ന് പറയുന്നത് സെയിം കളറാണ് കൊടുത്തിരിക്കുന്നത്. ഹു എന്ന് പറയുന്നത് അതിന് മാത്രം സെപ്പറേറ്റ് കളറുണ്ട്. ബാക്കി എല്ലാത്തിനും വൈറ്റ് കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് എന്തുകൊണ്ടാണ് എന്ന് ത്രൂ ഔട്ട് ദ ക്ലാസ്സിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ദെൻ ദ ഫസ്റ്റ് വൺ, ഓൾറെഡി നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിരുന്നത് ബി ഫോമിലായിരുന്നു നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. സോ WH ക്വസ്റ്റ്യൻസ് ഓൾസോ വി സ്റ്റാർട്ട് വിത്ത് ദ ബി ഫോം. ആൻഡ് ഹിയർ ഇൻ ദ ബി ഫോം യു നോ ദാറ്റ് ആം ഈസ് ആർ, വാസ് വെയർ എന്ന ബി ഫോമിലാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ദെയർ വി ഹാവ് ഗോട്ട് 2 ഫാമിലീസ്. ദെൻ ഈസ് ആം ഈസ് ആർ എന്ന് പറയുന്നത് പ്രസന്റ് ഫാമിലി എന്നും വാസ് വെയർ എന്ന് പറയുന്നത് പാസ്റ്റ് ഫാമിലിയാണെന്നും നമ്മൾ ത്രൂ ഔട്ട് ക്ലാസ്സുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് പതിയണം. ആം ഈസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസന്റ് ആണെന്നും വാസ് വെയർ എന്ന് കഴിഞ്ഞാൽ അത് പാസ്റ്റ് ആണെന്നും നമ്മുടെ മനസ്സിലേക്ക് പതിയേണ്ടിയിരിക്കുന്നു. സോ വി സ്റ്റാർട്ട് വിത്ത് ദ സിമ്പിൾ പ്രസന്റ് ടെൻസ്, ദാറ്റ് ഈസ് വിത്ത് ആം. ആൻഡ് യു നോ ദാറ്റ് ആം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഐയുടെ കൂടെ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ആം എന്ന് ഉപയോഗിക്കുന്നത് ഐയുടെ കൂടെ മാത്രമേ ഉള്ളൂ. സോ the question is the sentence is that I am at school. ഐ ആം അറ്റ് സ്കൂളിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിരുന്നു. അതായത് ആം എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ കിട്ടും എന്നറിയാം അല്ലേ. ഇത് ആം എന്ന് പറയുന്നത് ഇവിടെ ഓക്സിലറി വെർബിനോടൊപ്പം തന്നെ ഇവിടെ മെയിൻ വെർബുമാണ്. കാരണം വേറൊരു വെർബ് ഈ സെന്റൻസിൽ ഇല്ലാത്തത് കൊണ്ട്. അറ്റ് സ്കൂൾ. ഇനി WH ക്വസ്റ്റ്യൻ ആക്കണമെങ്കിലോ? WH ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ആ WH ക്വസ്റ്റ്യനിലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വേർഡ്, ആ സെന്റൻസിന് സൂട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഈ ആമിന്റെ മുൻപിൽ, അതായത് നമ്മൾ പ്ലേസ് ചെയ്ത ഓക്സിലറി വെർബ് ഉണ്ടല്ലോ, ആ ഓക്സിലറി വെർബിന്റെ മുൻപിലേക്ക് നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ വേർഡ് ഇട്ടേച്ചാൽ മതി. അപ്പൊ എന്തായി? വേർ ആം ഐ, ഞാൻ എവിടെയാണ്. പക്ഷെ ഞാൻ എവിടെയാണ് എന്ന് നോർമലി നമ്മൾ ചോദിക്കാറില്ല അല്ലേ. അപ്പം നിങ്ങൾ എവിടെയാണ് എന്ന് വരും. അതിൽ ഐ എന്നുള്ളത് നമുക്ക് യു ആയിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ വരും? യു ആയിട്ട് ആർ യു അറ്റ് സ്കൂൾ എന്ന് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചു. ആർ യു അറ്റ് സ്കൂൾ, അതായത് ഐക്ക് പകരം നമ്മൾ യു ചേർത്തു. കാരണം ഞാൻ എവിടെയാണ് എന്ന് നമ്മൾ ചോദിക്കില്ല അല്ലേ. അതുകൊണ്ട് നമ്മൾ യു ഉപയോഗിച്ചു. ആർ യു അറ്റ് സ്കൂൾ. നീ എവിടെയാണ് എന്ന് പറയുമ്പോൾ എന്താവും? വേർ ആർ യു. നീ എവിടെയാണ്? വേർ ആർ യു. അപ്പം ഈ ആറിന്റെ മുൻപിലേക്ക് നമ്മൾ WH ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അതിന്റെ ഓർഡർ നോക്കിക്കോ. WH ക്വസ്റ്റ്യൻ വന്നു, അതിൻ്റെ ഒപ്പം ഓക്സിലറി വെബ് വന്നു അല്ലേ. ഓക്സിലറി വെബ് വന്നു. പിന്നെ വന്നിരിക്കുന്നത് സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഓർഡർ മനസ്സിലേക്ക് വരിക. നമ്മൾ വീണ്ടും തുടർച്ചയായി കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ദെൻ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ നമുക്ക് ആം ഉപയോഗിച്ചു. ലെറ്റ്സ് സീ യൂസ് വിത്ത് ഈസ്. ദ കേക്ക് ഈസ് ഡിലീഷ്യസ്. കേക്ക് വളരെ ടേസ്റ്റ് ഉള്ളതാണെന്നു അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഈ കേക്ക് വളരെ ടേസ്റ്റ് ഉള്ളതാണോ എന്ന് ചോദിക്കാൻ നമുക്കറിയാം. ഈസ് ഈ കേക്കിന് സബ്ജക്റ്റിന് മുമ്പിലേക്ക് പ്ലേസ് ചെയ്യുക. ദ കേക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. നമ്മൾ ചെയ്തു. അപ്പം എന്തായി? ഈസ് ദ കേക്ക് ഡിലീഷ്യസ്. ഈസ് ദ കേക്ക് ഡിലീഷ്യസ്. ഈ കേക്ക് ഡിലീഷ്യസ് ആണോ എന്നൊരു ചോദ്യം വന്നു. പിന്നെ നമുക്ക് ചോദിക്കേണ്ടത് ഈ കേക്ക് എങ്ങനെയുണ്ട് എന്നല്ലേ ചോദിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഈസ് നമ്മൾ വന്നില്ലേ. ആ ഈസിന്റെ മുൻപിലേക്ക് നമുക്ക് WH ക്വസ്റ്റ്യനിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇട്ട് നോക്കിക്കേ. ഏത് ഇടുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആവുന്നത്? ഹൂ ചേർത്താൽ ശരിയാവില്ല, വോട്ട് ചേർത്താൽ ശരിയാവുമോ, ഹുസ് ചേർത്താൽ ശരിയാവുമോ? അങ്ങനെ ചിന്തിച്ച് നോക്കി ഏത് ചേർത്താലാണ്, ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചാലാണ് നമുക്ക് ഡിലീഷ്യസ് എന്ന ഉത്തരം
ഉത്തരമാണ് കിട്ടേണ്ടത്. ഓക്കെ, ഹൗ ഈസ് ദ കേക്ക്. ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഈസിന്റെ മുൻപിലേക്ക്, അതായത് ആ ഓക്സിലറി വേർബ്സിന്റെ മുൻപിലേക്ക് പ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ഹൗ ഇസ് ദ കേക്ക്. കേക്ക് എങ്ങനെയാണ് ഉള്ളതാണ്, ടേസ്റ്റി ആണോ എന്ന അർത്ഥത്തിൽ ലഭിച്ചു അല്ലേ. The next one, it is they are at the beach, and we know this is the subject they, and are is auxiliary verb, as well as here it is the main verb, because after that are കഴിഞ്ഞ ശേഷം വേറെ ഒരു verb ഇല്ലാത്തതിനാൽ അത് main verb ആയി. Even though are single auxiliary verb ആയാലും main verb ആയാലും, we know that to place it before the subject, then we get the yes or no question. So there, are they at the beach. ഇനി നമുക്ക് ചോദിക്കണം അവർ ബീച്ചിൽ, നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട് അവർ എവിടെയാണ് എന്ന ചോദ്യമാണ് ചോദിക്കേണ്ടത്. അപ്പം ഉത്തരം എവിടെ വരുന്നത്, ബീച്ചിൽ എന്ന ഉത്തരം നമുക്ക് ലഭിക്കണം. അങ്ങനെയാണെങ്കിൽ എവിടെ എന്നല്ലേ നമ്മൾ ഇവിടെ ചേർക്കേണ്ടത്. എവിടെ, അവർ എവിടെയാണ്, എവിടെയാകുന്നു എന്നല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ WH ക്വസ്റ്റ്യൻ ഏതാണ് വരിക, വേർ ആർ ദേ, അവർ എവിടെയാണ്. അപ്പം അറ്റ് ദ ബീച്ച്, അവരെ അറ്റ് ദ ബീച്ചിൽ, ബീച്ചിലാണ് എന്ന ഉത്തരം ലഭിക്കും. സോ നമ്മൾ കഴിഞ്ഞ ആമിൻ്റെ കൂടെ കണ്ടപോലെ തന്നെയാണ് ഇവിടെ എന്ത് വന്നു, WH ക്വസ്റ്റ്യൻ വന്നു, പ്ലസിന്റെ കൂടെ ഓക്സിലറി വെർബ് ഉപയോഗിച്ചു, അതിന്റെ കൂടെ എന്താ വന്നത്, നമുക്ക് സബ്ജക്റ്റ് ആണ് ഉപയോഗിച്ചത് അല്ലേ. അപ്പം വേർ ആർ ദേ, അവർ എവിടെയാണ്, WH ക്വസ്റ്റ്യൻ, then auxiliary verb and subject. അതിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് നമ്മൾ വരുന്ന ക്ലാസ്സുകളിലേക്ക് നോക്കും, മുന്നോട്ടുള്ള എക്സാമ്പിൾസ് നോക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈസി ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് പതിയാനുള്ള ഒരു പാറ്റേൺ ഇങ്ങനെ ഫോം ചെയ്തു വരണം ഓരോ എക്സസൈസും ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് വി ഹാവ് ബീൻ ഡൂയിങ് എ ലോട്ട് ഓഫ് എക്സസൈസസ് ഈസ് ആർ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫോളോ അപ്പ് ആണ്. ദെൻ വിത്ത് സിമ്പിൾ പാസൻസ്, പാസൻസ് ആകുമ്പോൾ ഇവിടെ വോസ് വന്നു. വോസ് ആൻഡ് വേർ എന്ന് പറയുന്നത് എന്താണ്, പാസ്റ്റ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫാമിലിയാണ് അല്ലെ. വോസ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ് അല്ലെ. വോസ് സിംഗുലർ ആണ്, വേർ പ്ലൂറൽ ആണ്. വോസ് എന്ന് പറയുന്നത് സിംഗുലർ എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു, യെസ് ഓക്സിലറി വെർബ്സ് എസിൽ അവസാനിക്കുകയാണ് എങ്കിൽ അത് സിംഗുലർ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഹിയർ ഇറ്റ് ഈസ് വോസ് എൻഡ്സ് വിത്ത് യെസ് ആണ്, അതുകൊണ്ടാണ് ഹി കഴിഞ്ഞപ്പോൾ വോസ് വന്ന്. ഹി ഇസ് എ സിംഗുലർ അല്ലെ, ഹി സിംഗുലർ സബ്ജക്റ്റിൽ വരുന്നതാണ് ഹിയർ. സോ ഹി വാസ് ആംഗ്രി അബൌട്ട് ദ മിസ്റ്റേക്ക്. അവൻ ഈ മിസ്റ്റേക്കിനെ സംബന്ധിച്ച് ആംഗ്രി ആയിരുന്നു എന്ന് ചോദിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താ നിങ്ങൾ പറഞ്ഞേ, വോസ് മുമ്പിലേക്ക് ചെയ്തേച്ചാൽ മതി അല്ലെ. വോസ് മുമ്പിലേക്ക് എടുത്തിട്ടു വാസ് ഹി ആംഗ്രി അബൌട്ട് ദ മിസ്റ്റേക്ക്, അവൻ ഈ മിസ്റ്റേക്കിനെ സംബന്ധിച്ച് ആംഗ്രി ആണോ എന്ന ചോദ്യം ലഭിച്ചു. അവൻ ഇനി എന്തിന് ആംഗ്രി ആണ് എന്ന് നമുക്ക് ചോദ്യം വേണം അല്ലെ. മിസ്റ്റേക്ക്, അവൻ എന്തിനാണ് ആംഗ്രി ആവുന്നത് എന്നൊരു ചോദ്യമില്ലേ, എന്തുകൊണ്ട് അവൻ ആംഗ്രി ആവുന്നത് എന്നൊരു ചോദ്യം നമുക്ക് വേണം. അപ്പം ഏതാണ് സൂട്ടബിൾ ആയിട്ടുള്ളത്, വാട്ട് വാസ് ഹി ആംഗ്രി അബൌട്ട്, അവൻ എന്തുകൊണ്ടാണ് അവന് ആംഗ്രി ആയത്. മിസ്റ്റേക്ക് എന്ന ഉത്തരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഹിയർ നോക്കിയേ, വാസ് ഹി ആംഗ്രി അബൌട്ട്, കണ്ടോ, വാസ് ഹി ആംഗ്രി അബൌട്ട് എന്ന ആ ക്വസ്റ്റ്യൻ്റെ മുൻപിലേക്ക്, ക്വസ്റ്റ്യന് മുമ്പിലേക്ക് നമ്മൾ എന്ത് വാട്ട് എന്ന് ക്വസ്റ്റ്യൻ വേർഡ് ഇട്ട് ലഭിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഈ റിമൈനിങ് ഇവിടെ വന്നിട്ടുള്ള ആൻസർ, ദ മിസ്റ്റേക്ക് എന്ന ആൻസർ ആണ് നമുക്ക് ലഭിക്കുന്നത്. Okay, so let's check the next one. They were early for the event. അവര് ഇവന്റിന് ഒരു ഫംഗ്ഷന് വളരെ നേരത്തെ എത്തിയിരുന്നു. Then നമുക്കത് എസോർണി ആക്കുമ്പോൾ you just tell me how can we do it. We can just take this word to the beginning, so we get it. Were they early for the event? അവര് ഇവന്റിന് ഒത്തിരി നേരത്തെ എത്തിയോ, ഏർലി ആയിരുന്നോ. നമുക്ക് കാരണം ഇവന്റ് എന്നുള്ള ഉത്തരമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അങ്ങനെ എങ്ങനെ ചോദ്യം ചോദിക്കാം, അവര് എവിടെയായിരുന്നു നേരത്തെ എത്തിയത് അല്ലേ. അപ്പൊ എന്തായിരിക്കും, വാട്ട് വേർ ദേ ഏർലി ഫോർ, എന്തിനായിരുന്നു അവര്, എവിടെയായിരുന്നു അവര് നേരത്തെ എത്തിയത് എന്ന ചോദ്യമാണ് വരുന്നത്. വാട്ട് വേർ ദേ ഏർലി ഫോർ, അവർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ദ ഇവന്റിന് ഏർലി ആയിരുന്നു. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. കണ്ടിന്യൂസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് നോക്കാം. ആം ഈസ് ആർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്സിലറി വെർബ് കഴിഞ്ഞതിന് ശേഷം V4 ആണ് വന്നിരിക്കുന്നത്. V4 നമ്മൾ പറഞ്ഞിരുന്നു, വെർബിന്റെ കൂടെ ING ഫോമിൽ ഇതിനെ നമ്മൾ V4 എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ തൊട്ടു മുമ്പിൽ തന്നെ പ്രത്യേകത എന്തായിരുന്നു, സിമ്പിൾ പാസ്റ്റ് ടെൻസിനും പ്രസന്റ് പാസ്റ്റ് ടെൻസിനും നമ്മൾ കണ്ടിരുന്നു. ഓക്സിലറി വെർബ് കഴിഞ്ഞതിന് ശേഷം എന്ത് വന്നില്ല, ഇവിടെ മെയിൻ വേർബ് വന്നിട്ടില്ല. വന്നിരിക്കുന്നത് സബ്ജക്ട് കോംപ്ലിമെന്റ് ആണ് വന്നിരിക്കുന്നത്. അതായത്
അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ നൗണോ ആണ് ഓക്സിലറി വെർബ് കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് വന്നിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്നത് ING ഫോം ആണ്, അതായത് V4 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് കണ്ടിന്യൂസ് ആകുന്നത്. സോ അഗൈൻ വി ആർ വിത്ത് ഐ ആം റീഡിങ് എ ബുക്ക്. അങ്ങനെ വരുമ്പം എന്താണ് വരുന്നത്? സെയിം ആണ്, വ്യത്യാസമൊന്നും വരുന്നില്ല. ആമിനെ എടുത്ത് നമുക്ക് ഫ്രണ്ടിലേക്ക് പ്ലേസ് കഴിഞ്ഞാൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ എന്ത് വന്നു? ആം ഐ റീഡിങ് എ ബുക്ക്, ഞാനൊരു ബുക്ക് വായിക്കുകയാണോ എന്ന് വരും. ഇനി ഞാൻ എന്താ വരുന്നത്? എ ബുക്ക് എന്നുള്ള ഉത്തരം വരണമെങ്കിലോ എന്താ വരുന്നത്? വാട്ട് ആം ഐ റീഡിങ്, വാട്ട് ആം ഐ റീഡിങ്. അതിൻ്റെ മുൻപിൽ എന്താണ് ഞാൻ വായിക്കുന്നത് എന്ന് ആമിൻ്റെ മുൻപിലേക്ക് വാട്ട് എന്ന WH ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞപ്പോൾ വാട്ട് ആം ഐ റീഡിങ്, ഞാൻ എന്താണ് വായിക്കുന്നത് വന്നു, ബുക്ക് എന്ന അർത്ഥത്തിൽ വന്നു അല്ലേ. ദ ഡോഗ് ഈസ് ബാർക്കിംഗ് ലൗഡ്ലി. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ദ ഡോഗ് ഈസ് ബാർക്കിംഗ് ലൗഡ്ലി. ഇതിൽ വന്നിരിക്കുന്ന ഈസ് ആണ്, ബിക്കോസ് ദ ഡോഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ഈസ് വന്നു. അങ്ങനെ ഈസ് വന്നു കഴിയുമ്പോൾ നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈസിനെ എടുത്ത് നമ്മൾ ബിഗിനിലേക്ക് ഇട്ടു, സബ്ജക്റ്റിന് മുൻപിലേക്ക് ഇട്ടു. അപ്പോൾ ഒന്ന് ഈസ് ദ ഡോഗ് ബാർക്കിംഗ് ലൗഡ്ലി എന്ന് കിട്ടി. ഇനി നമുക്ക് ഡോഗ് എങ്ങനെയാണ് കുറയ്ക്കുന്നത് അല്ലേ? നമുക്ക് കിട്ടണം ലൗഡ്ലി എന്ന് കിട്ടണം, വളരെ ഉച്ചത്തിൽ കുറയ്ക്കുന്നു. എങ്ങനെയാണ് കുറയ്ക്കുന്നത്? ഉച്ചത്തിൽ കുറയ്ക്കുന്നു എന്ന ഉത്തരമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഏതാണ് വരേണ്ടത്? ഹൗ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഈസിന്റെ മുൻപിലേക്ക് ഇട്ട് കൊടുത്തു. ഹൗ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഹൗ ഈസ് ദ ഡോഗ് ബാർക്കിംഗ്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ ഇൻ ദ പ്രസന്റ് കണ്ടിന്യൂസ്. ലെറ്റ്സ് സീ വിത്ത് ആർ. ആർ നമുക്ക് നോക്കാം. ആർ ഉപയോഗിച്ച് വരുമ്പോൾ വി ആർ പ്രിപ്പയറിംഗ് ഡിന്നർ. വി ആർ preparing a dinner. നമ്മൾ ഡിന്നർ പ്രിപ്പയർ ചെയ്യുകയാണ്. സോ വാട്ട് വിൽ കം? ആർ ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. വി പ്രിപ്പയറിംഗ് ഡിന്നർ. ഇപ്പം എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ട് ഡിന്നർ ആണ് ഉത്തരം കിട്ടേണ്ടതെങ്കിലോ നിങ്ങൾ ചോദിച്ചു നോക്കിയേ എന്തായിരിക്കും, ഏത് ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു നോക്കിക്കേ. ജസ്റ്റ് കമന്റ് ഇൻ ദ വീഡിയോ, ജസ്റ്റ് പോസ് ഹിയർ ആൻഡ് കമന്റ് ഇൻ ദ വീഡിയോ വാട്ട് വുഡ് ബി ദ ക്വസ്റ്റ്യൻ വേർഡ് ബിഫോർ ആറിന് മുമ്പ് ഏത് ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഹിയർ വാട്ട് ആർ വി പ്രിപ്പയറിംഗ്, നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. വാട്ട് ആർ വി പ്രിപ്പയറിംഗ്, നമ്മൾ ഡിന്നർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദേ ആർ എൻജോയിങ് ദ പാർട്ടി. ദേ ആർ എൻജോയിങ് ദ പാർട്ടി. ദേ വന്നു, അതുകൊണ്ടാണ് ഇവിടെ ആർ വന്നിരിക്കുന്നത്. ആറിന് ശേഷം നമുക്ക് മെയിൻ വെർബ് ഉണ്ട്, ദാറ്റ് ഈസ് എൻജോയിങ്. ദാറ്റ്സ് V4. സോ അവർ പാർട്ടിയാണ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇറ്റ് വുഡ് ബി ആർ. ദേ എൻജോയിങ് ദ പാർട്ടി. ഇനി എനിക്ക് ഉത്തരം കിട്ടേണ്ടത് പാർട്ടി എന്നുള്ളതാണ് ഉത്തരം കിട്ടേണ്ടത്. അവർ എന്താണ് എൻജോയ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ചോദിക്കുമ്പോൾ ഇറ്റ് വിൽ കം വാട്ട് ആർ ദേ എൻജോയിങ്. അവർ എന്താണ് എൻജോയ് ചെയ്യുന്നത്? സോ വി ഗെറ്റ് ദ ആൻസർ ദാറ്റ് ദേ വാട്ട് ആർ ദേ എൻജോയിങ്. ദേ ആർ എൻജോയിങ് ഫോർ ദ പാർട്ടി. ദേ എൻജോയ് ദ പാർട്ടി എന്ന ഉത്തരമാണ് നമുക്ക് ലഭിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ലെറ്റ്സ് സീ ദ പാസ്റ്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂ ചെയ്യുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസ് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ ആമി സാറിന് പകരം നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് വാസ് ആണ്. ഷീ വാസ് സ്റ്റഡിങ് ഫോർ ഹെർ എക്സാം. ഷീ വാസ് സ്റ്റഡിങ് ഫോർ എക്സാം. അവൾ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വാസ് വന്നു. വാസ് ഷീ സ്റ്റഡിങ് ഫോർ ഹെർ എക്സാം. ആൻഡ് വാട്ട് വാസ് ഷീ സ്റ്റഡിങ് ഫോർ, അവൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? ദെൻ ആൻസർ വുഡ് ബി there for the exam. ഇവിടെ വോട്ട് എന്തിനു മുൻപിൽ പ്ലേസ് ചെയ്താൽ മതി? വാസിന്റെ മുൻപിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ലഭിക്കുന്നു. Then we are decorating the house for the party. We are decorating in the house for the party. ഞങ്ങൾ വീട് പാർട്ടിക്ക് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ വേറെ വരും. ഇനി അത് കൺഫ്യൂഷൻ ഉള്ളോ? ഓക്സിലറി വെർബ് ആയ വേർബിനെ എടുത്ത് സബ്ജക്റ്റിന് മുൻപിൽ പ്ലേസ് ചെയ്യുക. ഇനി എനിക്ക് പാർട്ടി ആണെങ്കിലോ ഉത്തരം കിട്ടേണ്ടത് why were we decorating the house. എന്തുകൊണ്ടാണ് ഞാൻ why were we decorating the house, എന്തുകൊണ്ടാണ് ഞാൻ ഹൗസ് ഡെക്കറേറ്റ് ചെയ്യുന്നത്? അപ്പം അതിൻ്റെ ഉത്തരം പാർട്ടി എന്നാണ് ലഭിക്കുന്നത്. സോ what would come? why comes before where അല്ലേ? ഓക്സിലറി വെർബിന്റെ മുൻപിലേക്ക് why ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ why were we decorating the house? ഹൗസ് ഫോർ വന്നു കഴിഞ്ഞാൽ ഫോർ ദ പാർട്ടി എന്ന് ഉത്തരം ലഭിക്കും. സോ അഗെയിൻ റിമെമ്പർ ദ പാറ്റേൺ, ദാറ്റ് ഈസ് WH പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് എന്ന പാറ്റേൺ ആണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്തത്. സോ ഡോണ്ട് ഫോർഗെറ്റ് ദ പാറ്റേൺ. ഇറ്റ് വുഡ് ബി ഈസി ഫോർ യു ടു മേക്ക് എനി ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഹിയർ വാട്ട് ദ പാറ്റേൺ വി ആർ സീയിങ്, റൈറ്റ്? സോ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കുക. ഈ സമയത്ത് നിങ്ങൾ സ്വന്തം ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നോക്കുക. ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നോക്കുന്നത് മനസ്സിലാവും എത്ര എളുപ്പമാണ് എന്നുള്ളത്.
അപ്പോൾ നമ്മൾ 2 പാറ്റേൺ മാത്രമാണ് നോക്കിയിട്ടുള്ളൂ. ഏതൊക്കെയാണ് നോക്കിയിരിക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെയും സിമ്പിൾ പാസ്റ്റ് ടെൻസ് എടുത്തു. അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസും പ്രസന്റ് കണ്ടിന്യൂസും എടുത്തിട്ടുണ്ട്. അതായത് ആം ഈസ് വോസ് വെയർ മെയിൻ വേർബായിട്ടും ഓക്സിലറി വേർബായിട്ട് വരുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിനി 2 ക്ലാസ്സും കൂടി റിമെയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ അതിൻ്റെ ഡു ഡെസ് കാണും. അതോടൊപ്പം തന്നെ നമ്മൾ ഹാസ് ഹാവ് ഹാഡ് കൂടി നമ്മൾ കാണുന്നതായിരിക്കും. സോ ഈ സെഷൻ നിങ്ങൾ വീണ്ടും വാച്ച് ചെയ്യുക. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാച്ച് ചെയ്യുക. ദെൻ വാച്ച് ചെയ്താൽ മാത്രം പോരാ. വാട്ട് ആക്ച്വലി യു വാണ്ട് ടു മേക്ക് ഇറ്റ്, യു മേക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾക്ക് സംശയം വരിക. അല്ലാണ്ട് ഇത് കേട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. സംശയം ഉണ്ടാകണം. As I always say, subscribe the YouTube channel and share with your friends and family members. Let them also learn English to speak confidently and even to write confidently. So this is me signing out. Bye bye. See you in the next class.